അല്ല ചക്കക്കുരു കണ്ടിട്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ ചക്കക്കുരു ഇഷ്ടമില്ലാന്ന് അപ്പനെ കളയാൻ പറഞ്ഞെന്ന് പറഞ്ഞതാ. തറവാട്ടിലെ ചക്കക്കുരു ഒന്നും എടുക്കില്ല തോന്നുന്നുണ്ടല്ലേ? തറവാട്ടിലെടുക്കോ? ചക്കക്കുരൊക്കെ വേണ്ടത് എടുക്കും, വെട്ടി നന്നാക്കി ചെയ്യും. വെട്ടി തൊലിയൊന്നും കളയില്ല അല്ലേ? മുരി കളയില്ല. ചക്ക വയ്ക്കുമ്പോ തന്നെ ചക്കക്കുരും കുറേ അതൊക്കെ ചക്കര ഏറ്റവും അടിയിലിടും ചക്കക്കുരു. അപ്പൊ അതിന്റെ തൊലിയൊക്കെ കളയണ്ടമ്മ? തൊലി കളഞ്ഞിട്ടുള്ളൂ, മറ്റത് കളയില്ല. അത് മുപ്പാട് വെച്ച ചക്കര കുരു ഉണ്ടാവേ, അപ്പൊ തന്നെ ഉള്ള ചക്കര കുരു തൊലി പോവില്ല, പാവാം അത് പോവില്ല. മുപ്പാട് വെച്ചിട്ട് കുരു ഉണ്ടാവും. പിന്നെ ചക്കക്കുരും മാങ്ങ ചെമ്മീനും ഒപ്പാടുകൂടി വീട്ടിലൊരു കാര്യമൊന്നും പറയണ്ട. ചക്കക്കാലായി കഴിഞ്ഞൊരു കാലല്ലേ അമ്മ? ചക്കക്കാലായ ചക്ക ഇവിടെ പെൺകുട്ടി പെങ്ങന്മാര് കൊണ്ടുപോയിട്ട് അതെന്താ കുഴപ്പമില്ല. അമ്മായി വന്ന ചക്ക കൊണ്ട് എരിശ്ശേരിയാണ് വലിയ പ്രാധാന്യം. അമ്മായി പിള്ളേരൊക്കെ ആളെത്രയാണ് ഈ പറയുന്നത്? 12 വലിയവരാണേ. ഒരു 20 പേരെങ്കിലും ഉണ്ടാവൂല്ലേ തറവാട്ടില് അന്ന്? ഇതെങ്ങനെ വയ്ക്കണ പാത്രം? വലിയ കാലത്തിന് മുമ്പ് എല്ലാവരും അധികം ആള് വരുമ്പോ വയ്ക്കുന്ന കാലല്ലേ, അതുപോലത്തെ കാലത്തിന് തക്ക വെക്കുക. ആദ്യം എനിക്ക് വെക്കാറുണ്ട്, നമ്മളോട് രണ്ടാമത്തെ കുട്ടികൾക്കില്ല വെക്കുക. അമ്മ വെട്ടു പെട്ടോന്ന് വെക്കണ്ട. ഇവര് 2 ചക്കയൊക്കെ നന്നാക്കി പകുതി മുക്കാലാകുമ്പോ പോവും കൊയ്ത്ത് പാടത്തേക്ക്. കൊയ്യാൻ ഇന്നത്തെ മാതിരിയൊന്നും കിട്ടില്ല. അത് അവരായി തന്നെ സ്ഥലം പിടിക്കൊക്കെ വേണം. കൊയ്ത്തുകാരൻ വരുമ്പോ ഓടി ചെല്ലി ഇറങ്ങും, ഒരാൾ തന്നെ സ്ഥലം പിടിക്കും. പിന്നെ ആ സ്ഥലം കൊയ്യാൻ കിട്ടുള്ളൂ, എല്ലാവരും സ്ഥലം പിടിക്കാൻ പോലെ. എല്ലാവരും കൊയ്യാനും കറ്റയ്ക്കായിട്ട് ഒറ്റ ഇറക്കാറുണ്ട്. അതുവരെ ചക്ക നന്നാക്കൂട്ടോ. അതുവരെ ചക്ക, അത് കഴിഞ്ഞ് ചക്ക നന്നാക്കല് കഴിഞ്ഞു. പിന്നെ നമുക്ക് അത് കറുത്തില് ഈ പരമ വലിയ കറുത്തിലൊക്കെ ആദ്യം വയ്ക്കുമ്പോൾ എനിക്കൊന്നും ഒരു തേങ്ങ അറിഞ്ഞൂടാ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയാൽ ഇളക്കിയില്ല ഒന്നുമില്ല. അപ്പോൾ ഇത്ര വലിയ കലമല്ലേ. അപ്പാപ്പിന് കൂട്ടാൻ കൊടുത്തപ്പോൾ പ്രാവശ്യം എന്തോ ഒരു കത്തിൽ 3 തരം കറി അടിയിലേക്കൊന്നും ഇളക്കി തരില്ല. അപ്പോൾ കൂട്ടാൻ കാച്ചൽ വെളിച്ചെണ്ണയൊന്നും ഇല്ല, കാച്ചല്. എന്നോട് എന്തൊക്കെ ചെയ്യാന്ന് വെച്ചാൽ മഞ്ഞളരച്ച് അന്ന് അരയണല്ലോ, പൊടിയൊന്നുമില്ല. അപ്പം മഞ്ഞളും മുളകും കൂടി അരച്ച് വീഴ്ത്തും. അപ്പോൾ അത് കഴിയുമ്പോൾ അപ്പോൾ അടിയിലൊരു തരട്ടാ ഈ മഞ്ഞളും മുളകൊന്നും അവിടേക്ക് എത്തില്ല. അത് കഴിഞ്ഞു പിന്നെ ആകപ്പാടുള്ള 2 മണി കടുക് പൊട്ടിക്കും. അത് ഏറ്റവും മുകളിലുണ്ടാവും, അതേ അടിയിൽക്കൊന്നും ഇറങ്ങില്ല. അപ്പൻ കൊടുത്തപ്പോൾ മഞ്ഞൾ ഒരു തിരക്ക്, ഒന്നുമില്ലാത്ത ഒരു തിരക്ക്, കടുക് ഒരു തിരക്ക്. അപ്പോൾ ചോദിക്കാൻ എന്താ ഒരു കലത്തിൽ 3 തരം കറി വെച്ചുള്ളൂ. പിന്നീട് എനിക്ക് മനസ്സിലായി ഇതാണ് പറയുന്നത്. പിന്നെ ഞാൻ പഠിച്ചു കേട്ടോ, അമ്മയൊക്കെ ചെയ്യുന്നതൊക്കെ. എല്ലാം കൂടി ഇളക്കല എല്ലാം കൂടി അധികം വെള്ളമൊക്കെ ഒഴിച്ച് ഇളക്കി മറക്കണം. കയ്യിൽ കൊട്ടാരെ കണയോണ്ടൊന്ന് ഇളക്കുക. ഈ ഇന്നത്തെ മാതിരി അലുമിനിയം സ്റ്റീലൊന്നുമല്ല. നീ കണ്ടിട്ടുണ്ടോ ഈ സാധാരണ ഈ മുളയുടെ കയ്യിൽ കൊട്ട? ഇവിടെ ഉണ്ടായിരുന്നില്ല, അതിന്റെ വലുതാവൂല. അതിൻ്റെ വലുത്, അതിൻ്റെ കണയോണ്ട് ഇളക്കുക. പിന്നെ അങ്ങനെയൊക്കെ ഒടുവിലെവിടെയെല്ലാം ഇപ്പോൾ ശീലമായി. അത് കഴിഞ്ഞ് പിന്നെ കറി വയ്ക്കാന്ന് വെച്ചാൽ അരിടിക്കലും ഇതൊക്കെ വീട്ടിൽ തന്നെ ഞാനും അമ്മയും കൂടി ഇടിച്ചു. പിന്നെ ഒടുവിലൊടുവിലായിപ്പോൾ ദീപയിലൊക്കെ പ്രത്യേകിച്ച് വന്ന് അവൾക്കൊരു 2 വയസ്സായിട്ട് ഇപ്പോൾ പ്രേമേനെ നിർത്തി തുടങ്ങി.
അപ്പൊക്കെ ഒരു കയ്യായുണ്ട്. ആ അപ്പോൾ അതുവരെ ഞാനും അമ്മയും കൂടി ഇടിക്കും. അങ്ങനെ കറി വെക്കുമ്പോൾ ഈ പറയുമ്പോൾ ഈ വലിയ കലത്തിലാണ് വെക്കണേ. ഓരോ ഇലയിലാണ് ഓരോ ഇല വിളമ്പുക. അപ്പം അമ്മ അമ്മ ഇളക്കാൻ മാറത്തേക്ക് അതിശയം തോന്നി. പൊന്നെ ഈ തെങ്ങിൻ്റെ പട്ടയില്ലേ, തൈ തെങ്ങിൻ്റെ നല്ല ബലമുള്ള പട്ട കൊണ്ടുവരും, പഴുത്ത പട്ട. അതുകൊണ്ടാണ് എടുക്കുക. അടിയിലേക്ക് എത്തില്ലേ, ഭയങ്കര നീളം ഉണ്ടാവൂലേ. ഉവ്വ, അതുകൊണ്ടാണ് ഇളക്കും മോളെ. അമ്മ കുറേ പാടുപെട്ടുണ്ട് കേട്ടോ. ഈ ചേട്ടന്മാരൊക്കെ പെറ്റിട്ട പോരല്ല ഈറ്റ കൊടുക്കണ്ടേ. അതിന് അതുപോലെ ഉണ്ടാക്കും, പറമ്പിലുണ്ടാക്കും. ഓരോ ചൂരക്കൊട്ടന് ചേമ്പ് നടയിൽ കൊണ്ടുപോയിട്ട് അപ്പം കഴുകിക്കൊണ്ടിരും, ചവിട്ടി കഴുകിക്കൊണ്ടിരും. എന്നിട്ട് ഒരു പട്ടിണിയൊന്നും പറയും. പട്ടിണി എന്ന് പറയുന്നത് എന്നിട്ടെന്നാ, ചോറും മീൻ കൂട്ടാനില്ല, അല്ലെങ്കിൽ ചോറില്ല. അതിന് മാത്രമേ ഈ പകാതികളാണ് തീറ്റ. അതാണ് ഈ ഭക്ഷണി എന്ന് പറയുന്നത്. അല്ലാണ്ട് വയറ് പുറത്ത് ഭക്ഷണി കിടന്നിട്ടല്ല. അതുപോലെ ചേനയൊക്കെ നല്ല രസമാണ് വീട്ടിലത്തെ ചേന. ഇപ്പോൾ തോമസേ പുതിയ ചേന മേടിച്ചിട്ട് വരുമ്പോൾ വെള്ളം പിഴിയ യാതൊരു രസമില്ല. അത് നല്ല തറവാട്ടിൽ ചേന വെച്ചിട്ടുണ്ടല്ല, അത് അപ്പം നല്ലോണം പണി ചെയ്ത് തരും കേട്ടോ. നമ്മുടെ അപ്പം അവൻ്റെ പോലെ ഇരിക്കില്ല, നമ്മുടെ അപ്പൻ്റെ പോലെ ഇരിക്കില്ല. അത് അപ്പം കൊണ്ടുപോയിട്ട് നടയിൽ കൊണ്ടുപോയിട്ട് ഈ മിറ്റടിക്കുന്ന ചൂലില്ലേ, അതുകൊണ്ട് അടിച്ചിങ്ങനെ അടിച്ച് ചൂലിൻ്റെ കടയുണ്ട്. അപ്പം അതിൻ്റെ തൊലി ഒക്കെ പോയിട്ട് നല്ല റോസ് കളറാവും ചേന കൊണ്ടുവരുമ്പോൾ. അത് മുറുക്കി വെച്ചാൽ മതി. അതുപോലെ മീനൊക്കെ അപ്പം നുറുക്കും. നമ്മുടെ അപ്പന് മീൻ നുറുക്കറിയില്ല. മീൻ നുറുക്കാൻ വലിയ വാള് അത് ശരിക്കൊന്നും അറിയില്ല. അപ്പാപ്പനൊക്കെ ക്ലീനായിട്ട് നോക്കും. അപ്പാപ്പൊരു പണി അപ്പാപ്പൻ പിന്നെ വെപ്പ് പണിക്ക് പോയിട്ടുണ്ട്. അന്ന കാലത്തൊക്കെ ഈ ഓർഡർ ചെയ്യലും വരത്തലൊന്നും ഇല്ലൊക്കെ വീടുകളിലല്ലേ. അപ്പോൾ വെക്കാൻ പോകും. ഹെൽപ്പ് ചെയ്യാനൊക്കെ അല്ലേ? ഹെൽപ്പ് ചെയ്യാനൊക്കെ അല്ലേ? ആ, ഹെൽപ്പ് ചെയ്യാനും വെക്കാൻ. അതിന് പോരൊന്നുമില്ല. പഴയ കാലത്തൊക്കെ പോരല്ല, അതിന് പോരൊന്നുമില്ല. പാവം അമ്മ ചേച്ചി പറയും പണിയെടുക്കാറുണ്ട്. അവിടെ വേണ്ട പണിയെടുത്തിട്ട് വന്നേക്കണേന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും അമ്മയെ കൂട്ടാക്കി വെറുതെ നമ്മൾ പണിയെടുക്കുമ്പോൾ ആളപ്പോൾ വരും. പിള്ളേരൊന്നും ഇവിടുന്ന് പോവില്ല. പൂക്കുമ്പോഴേക്ക് പറയും ക്രിസ്മസ് ആകുമ്പോൾ. അതുപോലെ എല്ലാ ആവശ്യങ്ങൾക്കും ഇവിടെ പൂവിലൊന്നും. പെൺകുട്ടികളൊന്നും പണിയൊന്നുമില്ല കേട്ടോ. കാര്യം അമ്മായി പണി ചെയ്യും. ദേവസ്വം കുറെ പണിത്തുണ്ടാവൂല. എല്ലാം നമ്മുടെ അപ്പനും ദേവസ്വത്തിനാണ് ഏറ്റവും അധികം പണം. അപ്പം വീട്ടുപണിയൊന്നും അധികം ചെയ്യില്ലെങ്കിലും കന്നാലി പൂട്ടം ദേവസ്വം. രണ്ട് നേരം കന്നാലി പൂട്ടാൻ എളുപ്പമല്ല. അന്ന് ഈ ചായറാശ് എടുക്കലൊന്നും ഇല്ല. 50 പൈസയാണ് ആകെ കൊടുക്കുക. 50 പൈസ അല്ല, 50 പൈസക്ക് അന്ന് ചായയൊക്കെ കിട്ടും ഇഷ്ടം പോലെ. അന്ന് 4.5 രൂപ 5 രൂപയൊക്കെ ഉള്ള ഈ കന്നാലി കൂട്ടം പോയ പിന്നെ പാടുപെട്ടേണ്ട അവസ്ഥ വരുന്ന. അതിനകത്ത് നേരെ അങ്ങിട്ട് വലിയ കുണിസറായിട്ട് നടക്കും. പള്ളിയിലത്തെ സംഘടനയിലും അവിടേക്കൊക്കെ ഇവരെ എല്ലാവരും പണിയെടുത്ത് തോൽക്കും. അപ്പോൾ ഇന്നേരം പള്ളിയിൽ നിന്നൊക്കെ വരുന്നൊക്കെ പാട്ടും പാടിയിട്ട് എഴുന്നേണ്ടി വരും. അപ്പോൾ എല്ലാവരും പറയും മെത്രാൻ വരുന്നുണ്ട്. ഇപ്പം മെത്രാനായി അത് പറഞ്ഞ് കളിയാക്കി. നമ്മൾ പാടുപെട്ടതിനൊരു കണക്കില്ല. കണപ്പിലാവിൻ്റെ ഇലച്ചില്ലത്ത് കയറും.
ഈ കടച്ചക്ക പൊട്ടിക്കാൻ. കടപ്പിലാവിന് അത്ര ബലമൊന്നുമില്ല, ഉറപ്പില്ലാത്ത മരമാണ്. അതിൻ്റെ ഇലച്ചില്ലത്ത് കയറും. ഈ കടച്ചക്ക പൊട്ടിച്ച് ടൗണിലേക്ക് കൊണ്ടുപോകാനാണ്, കൂട്ടാൻ വയ്ക്കാനല്ല. വലിയ കടപ്പിലാവുണ്ട് രണ്ടെണ്ണം. അത് കൊണ്ടുപോയി നമ്മുടെ ഏലൻ്റെ കണക്ക് പറഞ്ഞോണം. പുറത്തേക്ക് ഭയങ്കര ഇഷ്ടമാൾക്ക്. പുറത്തേക്ക് രസമായിട്ട് തിന്നും. പിന്നെ ഉപ്പ് അല്ലാത്ത സർവ്വ സാധനം ആൾ മേടിച്ചിട്ട് വരും ടൗണിൽ നിന്ന്. ആൾ പോയി കടച്ചക്ക കൊണ്ടുപോകണം, കുടുംബത്തെ ദാരിദ്ര്യമാണ്. കടച്ചക്ക മാങ്ങ ഒക്കെ ആൾ കൊണ്ടുപോകും. കാറ്റ് തലയ്ക്കണ കൊണ്ടുപോകണ ചിലപ്പോൾ തലയ്ക്കല്ല, തൃശ്ശൂർ വരെ തലയ്ക്കല്ല കേട്ടോ. ബസ് വരും അന്ന് കാലത്തൊക്കെ. ബസ് വരുന്നതാണ് അതിൽ, അത് തലയ്ക്കണാവും, അതിൽ കൊണ്ടുപോകും. അതുപോലെ പൂട്ട് തുടങ്ങിയാൽ അവിടെയുള്ള നിലത്തിലെ പൂട്ട് കഴിയാൻ ഇടയില്ലാണ്ട് വേറെ ഓരോ സ്ഥലങ്ങളിലേക്ക് പൂട്ട് അന്വേഷിച്ച് പോകും, കരാറെടുക്കുക. അതൊക്കെ ദേശിട്ടാണ് പോവുക, ദേശിട്ടുകളൊക്കെ പോവുക. അത് കഴിഞ്ഞ് അപ്പനെ എന്ത് പണിയെടുപ്പിക്കുന്ന അറിയാം. ദേശിട്ടുകളപ്പം കന്നാലിയോളെ ആട്ടി പോവും. അപ്പനവിടെ അവിടെ തപ്പി ഇവിടെ തപ്പി സാക്ഷി തപ്പി ഇവിടെ തപ്പലിപ്പം അവിടെ തപ്പി ഇവിടെ തപ്പി നിൽക്കും. അപ്പോൾ ജോർജളയപ്പൻ ഉണ്ടല്ലോ, ജോർജളയപ്പൻ കന്നാലിയോളെ വെള്ളം വരെ ജോർജളയപ്പൻ ചെറിയ ചെക്കനായിരിക്കുമ്പോൾ കുമ്പത്തിൽ കന്നാലികൾക്ക് വെള്ളം കൊടുക്കും, വായ പൊളിച്ചിട്ട്. ഈ ജോർജളയപ്പൻ എന്തുട്ടും മുതലെന്ന് പറയും. അങ്ങനെ കന്നാലിക്ക് അത് തവിടും വെള്ളം കൊടുക്കല് അധികവും ജോർജളയപ്പൻ ചെയ്യും. അത് കൊടുത്തിട്ട് ആളെന്നെ ആട്ടും. ആള് കന്നാലിയോളം ആട്ടി ചാല അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് നെടുപുഴക്ക് പോക്കണമെങ്കിൽ നെടുപുഴക്ക് ആട്ടി തുടങ്ങുമ്പോഴാണ് ഇന്നൊരു സാക്ഷി തപ്പലും തപ്പലും കഴിഞ്ഞിട്ട് ചെല്ലുക. അപ്പോൾ പേരനെ പോകും. ആ സാക്ഷി ആ തപ്പലും സാക്ഷി തപ്പലും ഉണ്ട്. എങ്ങനെ അരയ്ക്കും മടിക്കച്ചാറിന് ഡബിൾ കൊണ്ടാണ് അത് ഒറ്റ തിരിച്ച് ഈ ആ അറ്റ ഒറ്റ തിരിച്ചിട്ടുണ്ടാകും. എന്നിട്ട് അതൊക്കെ ശരിക്ക് പിടിച്ച് മറക്കിട്ടുണ്ട്. എന്നിട്ടാണ് ചൂഞ്ഞ് മുളകാം. അപ്പൊ മുളക് പൊടിയുടെ ആവശ്യമില്ല. അപ്പോൾ മുളക് പൊടിയുടെ ആവശ്യമില്ല, അത് അരച്ച് വിത്തിട്ട് ചെയ്യുക. മഞ്ഞൾ പിന്നെ മീനിലേക്കൊക്കെ മുളകും മല്ലിയൊക്കെ അരയ്ക്കാനാണ്. ടൈമൊക്കെ എപ്പോഴും എൻ്റെ കൈൻ്റെ അടിയിലുണ്ട്. ഇവിടെ വന്നിട്ട് അറിയാഞ്ഞില്ല. നിൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നതിന് അറിയാനുണ്ടാവുന്ന കുറച്ച് നാൾ. അമ്മമ്മ കറികൾ ഊർജ്ജം